നിയമസഭയിൽ 25 വർഷം പൂർത്തിയാക്കുന്ന നിയമസഭാ സാമാജികർ, മുതിർന്ന മുൻ നിയമസഭാ സാമാജികർ, മുതിർന്ന മുൻ നിയമസഭാ സെക്രട്ടറിമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകർ, മുതിർന്ന മുൻ നിയമസഭാ ജീവനക്കാർ എന്നിവർക്കുള്ള നിയമസഭയുടെ ആദരമാണ്. ഈ നിയമസഭയുടെ കാലയളവിനുള്ളിൽ 25 വർഷം പൂർത്തിയാക്കുന്ന നിയമസഭാ സാമാജികർക്കുള്ള ആദരമാണ്. ബഹുമാനപ്പെട്ട 14 നിയമസഭാ സാമാജികരാണ് ഈ നിയമസഭാ കാലയളവിനുള്ളിൽ 25 വർഷം പൂർത്തിയാക്കുന്നത്. ബഹുമാനപ്പെട്ട സാമാജികർക്ക് ആദരവ് നൽകുന്നതിനായി ബഹുമാനപ്പെട്ട സ്പീക്കറെ ക്ഷണിക്കുന്നു. ആദ്യമായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശിനെ ക്ഷണിക്കുന്നു. അടുത്തതായി ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രി ശ്രീ എ.കെ. ശശീന്ദ്രനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ.വി. ഗണേഷ് കുമാറിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ പി.കെ. കുഞ്ഞാലിക്കുട്ടിയെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട എം.എൽ.എ. ശ്രീ പി.ജെ. ജോസഫിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട എം.എൽ.എ. ശ്രീ കോവൂർ കുഞ്ഞുമോനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട എം.എൽ.എ. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട എം.എൽ.എ. ശ്രീ കെ. ബാബുവിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട എം.എൽ.എ. ശ്രീ കെ.പി.എ. മജീദിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട എം.എൽ.എ. ശ്രീ മോൻസ് ജോസഫിനെ ക്ഷണിക്കുന്നു. അടുത്തതായി മുതിർന്ന മുൻ നിയമസഭാ സാമാജികർക്കുള്ള ആദരമാണ്.
മുതിർന്ന 47 മുൻ സാമാജികരെയാണ് നിയമസഭ ഇന്നിവിടെ ആദരിക്കുന്നത്. ശ്രീമതി ജെ അരുന്ധതി, മുൻ നിയമസഭാംഗം. ശ്രീ സി ടി അഹമ്മദ് അലി, മുൻ നിയമസഭാംഗം. ശ്രീ എ അസീസ്, മുൻ നിയമസഭാംഗം. ശ്രീ കെ എ ചന്ദ്രൻ, മുൻ നിയമസഭാംഗം. ശ്രീമതി ഭാർഗവി തങ്കപ്പൻ, മുൻ ഡെപ്യൂട്ടി സ്പീക്കർ. ശ്രീ ജോർജ് ജെ മാത്യു, മുൻ നിയമസഭാംഗം. ശ്രീ ടി കെ ഹംസ, മുൻ മന്ത്രി. ശ്രീ എം ജെ ജേക്കബ്, മുൻ നിയമസഭാംഗം. ശ്രീ കെ ഇ ഇസ്മയിൽ, മുൻ മന്ത്രി. ശ്രീ സി ഹരിദാസ്, മുൻ നിയമസഭാംഗം. ശ്രീ വി സി കബീർ, മുൻ മന്ത്രി. ശ്രീ കോലിയക്കോട് എൻ കൃഷ്ണൻ നായർ, മുൻ നിയമസഭാംഗം. ശ്രീ സി ടി കൃഷ്ണൻ, മുൻ നിയമസഭാംഗം. ശ്രീ ടി യു കുരുവിള, മുൻ മന്ത്രി. ശ്രീ വി കെ സി മുഹമ്മദ് കോയ, മുൻ നിയമസഭാംഗം. ശ്രീ എം വി മാണി, മുൻ നിയമസഭാംഗം. ശ്രീ പി കെ ഗുരുദാസൻ, മുൻ മന്ത്രി. ശ്രീ പാലൊളി മുഹമ്മദ് കുട്ടി, മുൻ മന്ത്രി. ശ്രീ സി കെ നാണു, മുൻ മന്ത്രി. ശ്രീ എ കെ പത്മനാഭൻ, മുൻ നിയമസഭാംഗം. ശ്രീ വട്ടിയൂർക്കാവ് രവി, മുൻ നിയമസഭാംഗം. ശ്രീമതി മാലേത്ത് സരളാദേവി, മുൻ നിയമസഭാംഗം. ശ്രീ കെ ജെ തോമസ്, മുൻ നിയമസഭാംഗം. പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ, മുൻ നിയമസഭാംഗം. ശ്രീ വൈക്കം വിശ്വൻ, മുൻ നിയമസഭാംഗം. ശ്രീ വി ദിനകർ. അടുത്തത് മുതിർന്ന മുൻ നിയമസഭാ സെക്രട്ടറിമാർക്കുള്ള ആദരമാണ്. മുൻ നിയമസഭാ സെക്രട്ടറി റിട്ടയർഡ് ജസ്റ്റിസ് ആർ രാജേന്ദ്ര ബാബുവിനെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
കെ പ്രഭാകരൻ. ശ്രീ SR ശക്തിധരൻ. അടുത്തതായി മുൻ നിയമസഭാ സെക്രട്ടേറിയറ്റ് ജീവനക്കാർ. ശ്രീ S. കൃഷ്ണമൂർത്തി, സ്പെഷ്യൽ സെക്രട്ടറി. ശ്രീമതി ജോസഫൈൻ ജോർജ്, അഡീഷണൽ സെക്രട്ടറി. ശ്രീ KG ജയധരൻ, മുൻ ഡെപ്യൂട്ടി സെക്രട്ടറി. ശ്രീ CV ഗോപാലകൃഷ്ണൻ നായർ, മുൻ ചീഫ് എഡിറ്റർ. ശ്രീ R. സുകുമാരൻ നായർ, മുൻ ചീഫ് എഡിറ്റർ. ശ്രീ V. സുന്ദരേശ പണിക്കർ, മുൻ ലൈബ്രറിയൻ. ശ്രീ ജഗദീഷ് N, മുൻ അണ്ടർ സെക്രട്ടറി. ശ്രീ S. സുബ്രഹ്മണ്യ അയ്യർ, മുൻ ഡെപ്യൂട്ടി ചീഫ് എഡിറ്റർ. ശ്രീമതി അമ്മിണിക്കുട്ടി B, മുൻ ഡെപ്യൂട്ടി ചീഫ് എഡിറ്റർ. ശ്രീമതി ഹെപ്സി ഭായി L, മുൻ ഓഫീസ് സൂപ്രണ്ട്. ശ്രീമതി പ്രസന്നകുമാരി, സെലക്ഷൻ ഗ്രേഡ് അസിസ്റ്റന്റ്. ശ്രീ MG ചന്ദ്രശേഖരൻ നായർ, മുൻ ടെലിഫോൺ ഓപ്പറേറ്റർ. ശ്രീ കൃഷ്ണൻകുട്ടി നായർ G, മുൻ ടെലിഫോൺ ഓപ്പറേറ്റർ. ശ്രീ യാക്കോബ് M, മുൻ ബൈൻഡർ. ശ്രീ S. കൃഷ്ണൻ നായർ, ഡ്രൈവർ. ശ്രീമതി B. സുമതി, മുൻ അസംബ്ലി അറ്റൻഡന്റ്. അടുത്തതായി ദേശീയ അന്തർദേശീയ കായിക മത്സരങ്ങളിൽ പങ്കെടുത്ത് മെഡലുകളും സ്ഥാനങ്ങളും കരസ്ഥമാക്കിയ മുൻ നിയമസഭാംഗം ശ്രീ MJ ജേക്കബിനുള്ള പ്രത്യേക ആദരമാണ്. ശ്രീ MJ ജേക്കബിനുള്ള പ്രത്യേക ആദരവ് നൽകുന്നതിനായി ബഹുമാനപ്പെട്ട സ്പീക്കറെയും ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ MJ ജേക്കബിനെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഭരണഘടനാ നിർമ്മാണ സഭാ ചർച്ചകൾ മലയാള പരിഭാഷ വിദഗ്ധ സമിതി ചെയർമാനും മുൻ നിയമസഭാ സെക്രട്ടറിയുമായ ഡോക്ടർ NK ജയകുമാറിനുള്ള പ്രത്യേക പുരസ്കാരമാണ്. അടുത്തതായി പുസ്തകോത്സവവുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളുടെ അവാർഡ് വിതരണമാണ്. ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും അടങ്ങുന്നതാണ് മാധ്യമ അവാർഡ്. അവാർഡ് നൽകുന്നതിനായി ബഹുമാനപ്പെട്ട സ്പീക്കറിനെ ക്ഷണിക്കുന്നു.
അച്ചടി മാധ്യ വിഭാഗത്തിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡിന് അർഹമായിട്ടുള്ളത് ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയുടെ പ്രതിനിധിയായ സുനീഷ് ജോയിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മികച്ച റിപ്പോർട്ടർക്കുള്ള അവാർഡ് ലഭിച്ചത് ജനയുഗത്തിന്റെ റിപ്പോർട്ടർ ശ്രീമതി ശ്യാമ രാജീവിനാണ്. ശ്രവ്യ മാധ്യമ വിഭാഗത്തിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് റെഡ് എഫ്എമ്മിനാണ് ലഭിച്ചിരിക്കുന്നത്. ഓൺലൈൻ മാധ്യമരംഗത്ത് സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് അന്വേഷണം ഓൺലൈൻ എന്ന മാധ്യമത്തിനാണ് ലഭിച്ചിരിക്കുന്നത്. അന്വേഷണം ഓൺലൈൻ മാധ്യമത്തിന്റെ പ്രതിനിധി ശ്രീ റിജു എൻ രാജ്. മികച്ച റിപ്പോർട്ടർക്കുള്ള അവാർഡ് കൈരളി ന്യൂസ് ഓൺലൈനിലെ ശ്രീ നവജിത് എക്കാണ്. അവാർഡ് സ്വീകരിക്കുന്നതിനായി ശ്രീ നവജിത് എയെ ക്ഷണിക്കുന്നു. ദൃശ്യമാധ്യമ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് കേരള വിഷൻ ന്യൂസിനാണ്. കേരള വിഷൻ ന്യൂസിന്റെ പ്രതിനിധിയായ ശ്രീ ഡി ബിനോയിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മികച്ച റിപ്പോർട്ടർക്കുള്ള അവാർഡ് മാതൃഭൂമി ന്യൂസിലെ ശ്രീ ഗോകുൽനാഥിനാണ്. അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ ഗോകുൽനാഥിനെ ക്ഷണിക്കുന്നു. മികച്ച ഫോട്ടോഗ്രാഫർക്കുള്ള അവാർഡ് മെട്രോ വാർത്താ ഡെയിലിയിലെ ശ്രീ കെ ബി ജയചന്ദ്രനാണ്. ശ്രീ കെ ബി ജയചന്ദ്രനെ അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മികച്ച വീഡിയോഗ്രാഫർക്കുള്ള അവാർഡ് റിപ്പോർട്ടർ ടിവിയിലെ ശ്രീ ശിവപ്രസാദ് എസിനാണ്. പുസ്തകോത്സവവുമായി ബന്ധപ്പെട്ട് മെഗാ ഷോ അവതരിപ്പിച്ച മാധ്യമ സ്ഥാപനത്തിനുള്ള കേരള ലെജിസ്ലേച്ചർ ഇന്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവൽ 2025 ബെസ്റ്റ് മെഗാ ഇവന്റ് അവാർഡിന് അർഹമായിരിക്കുന്നത് മാധ്യമം ചാനലാണ്. ക്യാഷ് അവാർഡ് മൊമെന്റോയും അടങ്ങുന്നതാണ് ഒന്നാം സമ്മാനം. അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി മാധ്യമത്തിന്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ശ്രീ എൻ കെ സിറാജ് അലിയെ ക്ഷണിക്കുന്നു. രണ്ടാം സ്ഥാനത്തിന് അർഹനായിരിക്കുന്നത് റിപ്പോർട്ടർ ചാനലാണ്. അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി റിപ്പോർട്ടർ ചാനലിന്റെ പ്രതിനിധിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി റിപ്പോർട്ടർ ചാനലിന്റെ പ്രതിനിധിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. റിപ്പോർട്ടർ ചാനലിലെ ശ്രീ ടി വി പ്രസാദും സംഘവും. മൂന്നാം സ്ഥാനത്തിന് അർഹമായിരിക്കുന്നത് കൈരളി ചാനലാണ്. കൈരളി ചാനലിന്റെ പ്രതിനിധിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മ്യൂസിയം ദിനത്തോടനുബന്ധിച്ചുള്ള ഉപന്യാസ രചന മത്സര വിജയികൾക്കുള്ള അവാർഡാണ്. ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും അടങ്ങുന്നതാണ് അവാർഡ്. ഉപന്യാസ രചന കോളേജ് തലം. ഒന്നാം സ്ഥാനം ശ്രീ മുഹമ്മദ് മുബാഷിർ, സിറാജുൽ ഹുദ കോളേജ് ഓഫ് ഇന്റഗ്രേറ്റഡ് സ്റ്റഡീസ്, കോഴിക്കോട്. ശ്രീ മുഹമ്മദ് മുബാഷിറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. രണ്ടാം സ്ഥാനം കുമാരി CS നന്ദന, ഗവൺമെന്റ് കോളേജ് ഫോർ വിമൻ, തിരുവനന്തപുരം. കുമാരി നന്ദനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മൂന്നാം സ്ഥാനം കുമാരി പവ്യ JS, ഗവൺമെന്റ് കോളേജ് ഫോർ വുമൺ, തിരുവനന്തപുരം. കുമാരി പവ്യ JSനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഉപന്യാസ രചന സ്കൂൾ തലത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് കുമാരി നസിഫ നവാസിനാണ്, സെന്റ് ജോൺ സ്കൂൾ, പത്തനംതിട്ട. കുമാരി നസിഫ നവാസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. രണ്ടാം സ്ഥാനം കുമാരി ഷഹനാസ് NA, KPR ഹയർ സെക്കൻഡറി സ്കൂൾ, കോങ്ങാട്. കുമാരി ഷഹനാസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മൂന്നാം സ്ഥാനം കുമാരി ശിവഗംഗ DS, ലക്ഷ്മി വിലാസം ഹൈസ്കൂൾ, പോത്തൻകോട്. കുമാരി ശിവഗംഗയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
ഈ പരിപാടിയിൽ കൃതജ്ഞത അർപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട നിയമസഭാ സെക്രട്ടറി ഡോക്ടർ എൻ കൃഷ്ണകുമാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ മഹനീയ കർമ്മത്തിന് അധ്യക്ഷനായ ബഹുമാനപ്പെട്ട സ്പീക്കർ, ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, മുഖ്യപ്രഭാഷണം നടത്തിയ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, അതുപോലെ തന്നെ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ, ബഹുമാനപ്പെട്ട ചീഫ് വിപ്പ്, അവാർഡ് ഏറ്റുവാങ്ങിയ ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ട്രാൻസ്ലേഷൻ വിങ്ങിൻ്റെ അമരക്കാരൻ എൻ്റെ ഗുരുനാഥൻ ഡോക്ടർ എൻ കെ ജയകുമാർ സാർ, മറ്റ് എല്ലാ വിശിഷ്ട വ്യക്തികളും, അതുപോലെ തന്നെ മുൻ MLA മാർ, മുൻ മന്ത്രിമാർ, ഇപ്പോഴുള്ള MLA മാർ, മന്ത്രിമാർ, അതുപോലെ മാധ്യമപ്രതിനിധികൾ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും സ്നേഹത്തോടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.